ഹലോ. ഇന്ന് നമ്മൾ പോകുന്നത് മൈക്കാവ് പള്ളിയിലെ പെരുന്നാൾ കാണാനാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേളങ്കോട് പള്ളിയിലെ പെരുന്നാളിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ പ്രദക്ഷിണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി സൈഡാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കാറിൽ നിന്ന് തന്നെ കണ്ടു. പിന്നെ നമ്മൾ പള്ളിയിലെത്തിയാൽ എന്തായാലും അത് കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടി സൈഡാക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളങ്ങനെ പ്രദക്ഷിണവും കണ്ട് നേരെ പള്ളിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അത് പ്രദക്ഷിണത്തിന്. കുറേ അമ്മമാരും കുട്ടികളും നല്ല നല്ല മാലാഖമാരെ പോലെയുള്ള കുട്ടികളുണ്ടായിരുന്നു. ചിറകൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതുണ്ടായിരുന്നു. അതുകൊണ്ട് അവരത് ഒരു സൈഡിലൂടെ വണ്ടി കടത്തി വിടുന്നതിനെ കൊണ്ട് അങ്ങനെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് നമ്മുടെ പെരുന്നാൾ നടക്കുന്ന പള്ളീൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ പള്ളി. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എന്നോട് മറന്നുപോയി കേട്ടോ. അപ്പോൾ നല്ല പള്ളിയായിരുന്നു അത്. ഞങ്ങൾ അവിടെയും കയറിയിട്ട് പക്ഷേ ഉള്ളിലേക്കൊന്നും കയറിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ പെരുന്നാൾ നടക്കുന്ന സെൻറ്റ് മേരീസ് പള്ളി കേട്ടോ. നല്ല വലിയ പള്ളിയാണ്. നമ്മുടെ വേളങ്കോട് പള്ളിയുടെ ഏകദേശം ആ ഒരു ഇതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പള്ളീൻ്റെ ഉള്ളിലൊക്കെ കയറി അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പ്രദക്ഷിണമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവർ പള്ളീൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കുറേ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് വെടിക്കെട്ടും ലൈറ്റ് ഷോയും അതുപോലെ ഈ ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മേളം സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനൊക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് വെടിക്കെട്ടും ലൈറ്റ് ഷോയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാമേ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ.